സോ നമ്മളിവിടെ ചെയ്യാം. AJ അക്കൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. നമ്മൾ ഫസ്റ്റ് ഒരു സിമ്പിൾ എങ്ങനെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ആക്കാം എന്നൊരു വീഡിയോ ആണ് നമ്മളിപ്പം ചെയ്യാൻ പോണത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഡോക് ടൈപ്പ് HTML ഒന്ന് അടിക്കണം. എന്തിനാണ് ഡോക് ടൈപ്പ് HTML? ഇത് കുറച്ച് ഒരു കോഡ് നമ്മൾ അടിക്കും. നിങ്ങളൊന്ന് കണ്ടോ. അത് ഞാൻ ഇത്രയും നേരം മിണ്ടത്തില്ല, ഒന്ന് അടിക്കുവാണ് ഗൈസ്. ഇവിടെ നമ്മൾ ടൈറ്റിൽ എന്തിനാണ് കൊടുക്കണമെന്നാണ് പറയാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ടാഗ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വെബ് പേജിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ടൈറ്റിൽ നമ്മൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് വെബ് പേജ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു. ദിസ് ഈസ് മൈ ഫസ്റ്റ് വെബ് പേജ്. ഇവിടെയാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. എന്തിനാണ് HTML ഹെഡും ഉപയോഗിക്കണമെന്നാണ് പറയാൻ പോണത്. ഇത് HTML എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ് ദ റൂട്ട് ഓഫ് HTML ഡോക്യുമെൻറ്റ്. ഈ HTML ടാഗ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ HTML ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അതാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു റൂള് പോലെയാണ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. അതിൻ്റെ പ്രത്യേകിച്ച് അതിന് കുറേ ഇതില്ല എന്ന് വെച്ചാൽ ഇത് ഈ ഒരു സെറ്റ് ഓഫ് കോഡ്, ഈ HTML ഹെഡ്, ടൈറ്റില്, ബോഡി, ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഒരു HTML ഡോക്യുമെൻ്റ് ഉണ്ടായി വരത്തുള്ളൂ. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഇതിനകത്ത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഇവിടെ ടൈറ്റിലൊന്ന് ഡിലീറ്റ് ആക്കണം. ഇനി അടുത്തത് നമ്മൾ ബോഡിയാണ് ക്രിയേറ്റ് ആക്കുന്നത്. ഈ ബോഡി എലിമെൻറ്റിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതുന്നത്. ഇപ്പം ഇതിനകത്ത് എഴുതുന്ന ഓരോ വേർഡ്സും ബോഡിക്കകത്താണ് വരുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇനി ഇത്ര നമ്മൾ ക്രിയേറ്റ് ആക്കി. ഇനി നമ്മൾ ക്രിയേറ്റ് ആക്കുന്നത് എങ്ങനെ ഒരു ഹെഡിങ് തയ്യാറാക്കാം. ഹെഡിങ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു H1. ഇതാണ് ഹെഡിങ് തയ്യാറാക്കാൻ വേണ്ടി H ടാഗാണ് ഉപയോഗിക്കുന്നത്. ഈ H1, H2, H3, H4, H5, H6 വരെയുണ്ട്. 6 ഹെഡിങ് ടാഗാണ് ഉള്ളത്. ഈ 6 ആണ് ഏറ്റവും സ്മോളസ്റ്റ്, 5 അതിലും കുറച്ച് ലാർജർ, 4 അതിലും ലാർജർ, 3 അതിലും ലാർജർ, 2 അതിലും ലാർജർ, ആൻഡ് 1 ആണ് ഏറ്റവും ലാർജർ. 6 വരെ നമുക്ക് ഈ ഹെഡ് ടാഗ് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഹെഡിങ് ആയിട്ട് നമ്മൾ എന്തെഴുതാം? വെൽക്കം ടു AJ അക്കൗണ്ട് നമ്മൾ എഴുതാൻ പോകണ ഗൈസ്. വെൽക്കം ടു AJ അക്കൗണ്ട്. നമ്മൾ ഇവിടെ എഴുതി AJ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളൊന്ന് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എങ്ങനെ ഒരു പാരഗ്രാഫ് ചെയ്യാം. ഒരു പാരഗ്രാഫ് എഴുതാൻ HTML ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഒരു P ടാഗാണ് യൂസ് ചെയ്യുന്നത്. P ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ VS കോഡ് ചെയ്യാൻ നേരത്ത് ലോറം എന്ന് ടൈപ്പ് ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് വർക്ക് ആവുന്നുണ്ടെന്ന് നോക്കട്ടെ. ലോറം ഇല്ല, ഇതിനകത്ത് വർക്ക് ആവുന്നില്ല. VS കോഡ് നമ്മൾ എഴുതാൻ നേരത്ത് ലോറം എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു സാമ്പിൾ പാരഗ്രാഫ് കിട്ടും. ഇവിടെ നമ്മൾ പാരഗ്രാഫ് ആയിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ എഴുതാൻ വേണ്ടത്. വെൽക്കം ടു AJ അക്കൗണ്ട്. This is my first web page. ഹെഡിങ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് കമൻറ്റ് എഴുതണമെന്ന് ഒന്ന് പഠിക്കാം. ഈ കമൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് കയറി, ഇപ്പോൾ ഒരു IT ഫീൽഡിൽ ഒരു ജോലിക്ക് നമ്മൾ കയറുന്നതിന് ഓർത്തു. അവിടെ നമുക്ക് ഈ കോഡിങ്ങിനെ കുറിച്ച് അറിയാൻ പറ്റാത്ത കുറേ ആൾക്കാർ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി കണ്ടുമുട്ടും.
അപ്പം അവർക്ക് വേണ്ടി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം ഞാനൊരു കോഡ് എങ്ങനെയാണ് HTML കോഡ് എഴുതേണ്ടത് എന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക, പിന്നെ 2 അണ്ടർസ്കോർ എഴുതുക, പിന്നെ നമുക്ക് ഹലോ വേൾഡ് എന്ന് ചുമ്മാ എഴുതുവാണ് ഗൈസ്. സ്പ്ലിറ്റ് ആയി പോയി, ഓഫ് എല്ലാം പോയി ഗൈസ്. ഇത് കുറെ ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എൻ്റെ പിന്നെ ഇത് തന്നെ പറ്റിയേ. This is my first page. വെബ് പേജിൽ നിന്ന് റീറ്റേക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും നോക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്. നമ്മളിത് ഇത് നമുക്ക് റൺ ചെയ്യാം.